ലഹരി വിപത്തിനെതിരെ നാട്ടുനന്മ ലഹരിമുക്ത മഹല്ല് പദ്ധതിയുമായി പെരിന്തൽമണ്ണ മേഖല സുന്നി മഹല്ല് ഫെഡറേഷൻ. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തി. ലഹരിയുടെ വ്യാപനം സമൂഹത്തിൽ വലിയ സാമൂഹിക വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാട്ടുനന്മ ലഹരിമുക്തം മഹല്ല് പദ്ധതിയുമായി പെരിന്തൽമണ്ണ മേഖല സുന്നി മഹല്ല് ഫെഡറേഷൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. പദ്ധതിയുടെ പ്രഖ്യാപനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. മദീനയിലെ ജാഹിലിയ കാലത്തെ കുറിച്ച് ചരിത്രം പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ മദ്യപന്മാരുണ്ടായിരുന്ന, ലഹരിക്കടിമപ്പെട്ട വലിയൊരു ജനസമൂഹം എങ്ങനെയാണ് ഒരു റവല്യൂഷനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ മദ്യരഹിത സമൂഹമാക്കി മാറ്റിയത് എന്നുള്ളത്, ലഹരി രഹിത സമൂഹമാക്കി മാറ്റിയത് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ വളരെ ഹിക്മത്തോടുകൂടിയാണ് ലഹരി നിരോധനത്തിന്റെ പ്രഖ്യാപനങ്ങൾ തന്നെ കൊണ്ടുവരുന്നത്. വളരെ പടിപടിയായി മനുഷ്യനെ സമ്പൂർണമായും ലഹരിയിൽ നിന്ന് മുക്തമാക്കി. നമ്മൾ ഇന്ന് പറയുന്നത് റീഹാബിലിറ്റേഷൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി പുതിയ ഭാഷയിൽ പറഞ്ഞാൽ തൂഫാൻ കെയർ മോഡലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനതയെ മുഴുവൻ ലഹരിയിൽ നിന്ന് വളരെ വിമോചിപ്പിച്ചു കൊണ്ടുവന്ന ചരിത്രം നമുക്കറിയാം. നജീബ് കാന്തപുരം MLA ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. അല്ലാഹു നൽകിയ ശരീരവും ആരോഗ്യവും അമാനത്തായി കാത്തു സൂക്ഷിക്കുമെന്നും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ എത്തിച്ചു നൽകുകയോ ചെയ്യില്ലെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എന്റെ കുടുംബത്തെയും നാടിനെയും ലഹരിയുടെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ലഹരിക്ക് അടിമപ്പെട്ടവരെ സ്നേഹത്തോടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ഞാൻ പരിശ്രമിക്കും. ലഹരി ഉപയോഗത്തെ തടയുന്നതിനും ലഹരിക്കും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ തിരിച്ചുകൊണ്ടുവരുന്നതിനും മഹല്ലുകൾ കേന്ദ്രീകരിച്ച വിവിധ ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ മേഖലാ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന നാട്ടുനന്മ ലഹരിമുക്തം മഹല്ല് പദ്ധതിയിൽ മഹല്ലുകളുടെ നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങൾ MT മൊയ്തീൻകുട്ടി ദാരിമി വിവരിച്ചു. നമ്മുടെ ഓപ്പറേഷൻ തൂഫാനിലൂടെ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിട്ടുള്ള ഫോൺ നമ്പറുകൾ അവരുടെ കയ്യിൽ കൊടുക്കുക, എന്നിട്ട് അവരോട് ബന്ധപ്പെടാൻ പറഞ്ഞ് മുക്കും മൂലകൾ നമ്മേക്കാൾ കൂടുതൽ പരതാനും അറിയാനും അവർക്കറിയാം. ആ നിലയ്ക്ക് അവരെ ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കി നമ്മുടെ മഹലിന്റെ കാവൽ ഭടന്മാരായി ജാതി മത വ്യത്യാസമില്ലാതെ, കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ സമസ്ത സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ സംഘടിപ്പിച്ച മീലാദ് വിളംബര റാലിക്ക് ശേഷം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന മീലാദ് സമ്മേളനത്തിലാണ് നാട്ടുനന്മ ലഹരിമുക്തം മഹല്ല് പദ്ധതി പ്രഖ്യാപിച്ചത്. സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളന പ്രചാരത്തിനും ഇതോടൊപ്പം തുടക്കമായി. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. AK ആലിപ്പറമ്പ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തി. മലബാർ മിഷണറി പ്രചാരകനും കോർഡിനേറ്ററുമായ റവറൻഡ് ഫാദർ ഡോക്ടർ വിക്ടർ മുഖ്യാതിഥിയായിരുന്നു. CK അബ്ദുറഹ്മാൻ ഫൈസി, ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി, VC അബ്ദുറഹ്മാൻ, CT അബ്ദുൽ അസീസ് ഹാജി, പച്ചേരി ഫാറൂഖ്, N അബൂബക്കർ മാസ്റ്റർ, ഇസ്മായിൽ ഫൈസി ഒടമല തുടങ്ങിയവർ സംസാരിച്ചു. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.